Okay, let's start. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് റൗണ്ടിങ് ഓഫ് ആണ് പറഞ്ഞത് അല്ലേ? ആണോ? റൗണ്ടിങ് ഓഫ് ടു ദി നിയറസ്റ്റ് 1000 പറഞ്ഞോ? പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാ പഠിച്ചേ? റൗണ്ടിങ് ഓഫ് ടു ദി നിയറസ്റ്റ് 10, റൗണ്ടിങ് ഓഫ് ടു നിയറസ്റ്റ് 100, റൗണ്ടിങ് ഓഫ് ടു നിയറസ്റ്റ് 1000. ഇതിൽ മൂന്നിലും കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? Okay. We are moving to the next topic, the last topic of our first chapter, Roman numerals. Topic Roman numerals, page number 74. In the Roman numerals, have you heard about that? Roman numerals? Yes or no? Roman സംഖ്യകൾ കേട്ടിട്ടുണ്ടോ? Roman numbers. ആരൊക്കെ കേട്ടിട്ടുണ്ട് Roman numbers? ഷെഫി, സിനാൻ, സൂര്യദേവ് കേട്ടിട്ടേ ഇല്ല, അറിയില്ല. ഷംവിൽ, എബിൻ, നിഹാൽ. ആൻഡ്രോസ് കേട്ടിട്ടുണ്ടോ Roman numbers? ആഗ്നസ് കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോ റോമൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മാത്സിൽ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ഏതാ? 1, 2, 3, 4, 5, 6 അല്ലേ? അതിന് നമ്മൾ കോമൺ ആയിട്ട് ഹിന്ദു അറബിക് ന്യൂമറൽസ് എന്ന് പറയാം. എന്താ പറയാ? ഹിന്ദു അറബിക് ന്യൂമറൽസ്. അത് നമ്മൾ കോമൺ ആയിട്ട് വേൾഡ് മൊത്തമായിട്ട് ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണ് അല്ലെ? എവിടെ പോയാലും 1 എന്ന് പറയുന്നത് 1 തന്നെയല്ലേ? ലോകത്ത് എവിടെ പോയാലും 1 എന്ന് പറയുന്നത് 1 തന്നെയല്ല, അതിന്റെ വാല്യൂ മാറുന്നില്ലല്ലോ. 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 2 നമ്മൾ എങ്ങനെ എഴുതുക? 2 അല്ലേ? എന്നാല് മലയാളത്തില് നിങ്ങൾക്കറിയോ നമ്പേഴ്സ് എഴുതുന്നത്? മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ച്, അക്ഷരങ്ങളല്ല, മലയാളത്തിൽ നമ്മള് 1, 2, 3, 4 എന്നുള്ള നമ്പേഴ്സ് എഴുതും. ഹിന്ദിയിൽ അതുപോലെ എഴുതാനുണ്ട്. 1, 2, 3 പറയുന്നതല്ല, 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിൽ തന്നെ നമ്പേഴ്സ് എഴുതാനാവും. അതേപോലെ തന്നെ മലയാളത്തിലും നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഇതൊന്നും വേൾഡ് ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ന്യൂമറൽസ് അല്ല. എബിൻ എന്താ പറയാനുള്ളത്? എബിൻ. ടീച്ചറെ, നമ്പർ ഞങ്ങളെ മൂന്നാം സ്റ്റെപ്പായിട്ടുള്ള റോമൻ ന്യൂമറൽസോ പഠിച്ചതാണോ? കുറച്ചുപേര് പഠിച്ചിട്ടുണ്ടാവും, കുറച്ചുപേര് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അത് തൊട്ട് തന്നെ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് മലയാളത്തിലെ നമ്പേഴ്സ് എഴുതാൻ പറ്റും. ഈ 1, 2, 3, 4 എഴുതുന്നതല്ലാതെ 1, 2, 3, 4, 5, 6 മലയാളത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഹിന്ദിയിലും നമ്പേഴ്സ് എഴുതാൻ പറ്റും. പക്ഷെ ഇതൊന്നും വേൾഡ് അക്സെപ്റ്റ് ചെയ്യുന്ന, വേൾഡിൽ മൊത്തമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് അല്ല. അതേപോലെ റോമൻസ് കേട്ടിട്ടുണ്ടോ? റോം എന്ന് പറയുന്ന കൺട്രി കേട്ടിട്ടുണ്ടോ? ആ റോമിലുള്ള ആൾക്കാര്, പഴയ ആൾക്കാര്, കുറെ മുന്നേ അവരുടേതായിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. That is called Roman numerals. Okay? എന്താ? റോമൻസ് ഡെവലപ്പ് ചെയ്ത് their own symbols, അവരുടേതായിട്ടുള്ള സിംബൽസിനെയാണ് റോമൻ ന്യൂമറൽസ് എന്ന് പറയുന്നത്. നമ്പേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ റോമൻസ് ഡെവലപ്പ് ചെയ്ത സിംബൽസിനെയാണ് റോമൻ ന്യൂമറൽസ് എന്ന് പറയുന്നത്. ഓക്കെ? നിങ്ങൾ ചില ക്ലോക്കിലും ചില വാച്ചിലും പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ക്ലാസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ റോമൻ നമ്പേഴ്സ് വെച്ചിട്ടാണ് എഴുതുന്നത് അല്ലേ? ക്ലാസ് 4 എഴുതുമ്പോൾ ക്ലാസ് 4 എങ്ങനെ എഴുതുക? ഒരു 1 എഴുതും, ഒരു ബി എഴുതും അല്ലേ? ക്ലാസ് 4 അങ്ങനെയല്ലേ എഴുതുന്നേ? ആണല്ലോ. ദാറ്റ് ഈസ് കോൾഡ് റോമൻ
ന്യൂമറൽസ്. ഈ റോമൻ നമ്പേഴ്സില് നമ്മൾ നമ്പേഴ്സ് ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. നമ്പേഴ്സ് ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റോമൻ ന്യൂമറൽസിൽ നമ്പേഴ്സ് ഉണ്ടാക്കുന്നത്. ഏതൊക്കെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ്? I, V, X, L, C, D, M. ഏതൊക്കെയാ? I, V, X, L, C, D, M. ഇത്രയും ഇംഗ്ലീഷ് ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റോമൻ ന്യൂമറൽസ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ശ്രദ്ധിച്ചോ. 1 മിനിറ്റ്. ഏതൊക്കെ ലെറ്റേഴ്സ് ആയിരുന്നു? I, V, X, L, C, D, M. ഇത്രയും ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റോമൻ ന്യൂമറൽസ് ഉണ്ടാക്കുന്നത്. ഏതൊക്കെയായിരിക്കും റോമൻ ന്യൂമറൽസ്? 1 എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതും? ഒരു I. ഓക്കെ, 1 എന്നുള്ളതിന് ഒരു I. 2 എന്നുള്ളതിനോ 2 I. 3 എന്നുള്ളതിന് 3 I. ഓക്കെ, 4 എന്നുള്ളതിന് 4 I ആണോ? ഒരു ഐയും ഒരു വിയും. This is 4. Then 5. It is V in Roman numerals. Okay, 5 എന്നുള്ളത് നമ്മള് V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി 6 ആണെങ്കിലോ V I. 7 ആണെങ്കിൽ V I I. 8 ആണെങ്കിൽ V I I I. 9 ആണെങ്കിൽ I X. 10 ആണെങ്കിൽ X. ഇത്രയും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഇതെല്ലാവർക്കും അറിയും തോന്നുന്നല്ലേ? 10 വരെയുള്ളത് അറിയില്ലേ? 1, 2, 3 എന്ന് പറയുന്ന 3 ഡിജിറ്റ്സും I കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. 1-ന് ഒരു I, 2, 2I, 3, 3I. ഇനി 4 എന്ന് പറയുമ്പോ 5-ൽ നിന്ന് 1 മൈനസ് ചെയ്തതാണ് അല്ലേ? 4 is 5 minus 1. അപ്പൊ 5-നെ നമ്മൾ റോമൻ ന്യൂമറൽസിൽ V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 5-നെ V എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ 4 എന്ന് പറയുന്നത് 5 minus 1 ആയതുകൊണ്ട് ഈ വിന്റെ ലെഫ്റ്റ് സൈഡില് ഒരു I ഇട്ട് കൊടുത്താൽ മതി. അതായത് I എന്ന് പറയുന്നത് 1 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ റോമൻ നമ്പറിൽ. അപ്പൊ വിന്റെ ലെഫ്റ്റ് സൈഡില് ഒരു I ഇട്ടാല് 4I. അതായത് 5 minus 1 ആണ് ഇതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് 6 വരുമ്പോ 5 plus 1 അല്ലേ 6. അപ്പൊ 5-നെ നമ്മള് V കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. 5-നോട് 1 ആഡ് ചെയ്താൽ 6 കിട്ടും. സോ വിയുടെ റൈറ്റ് സൈഡില് ഒരു I ഇട്ട് കൊടുത്താൽ 6I. ഇനി 5-നോട് 2 ആഡ് ചെയ്താൽ നമുക്ക് 7 കിട്ടും. സോ വിന്റെ റൈറ്റ് സൈഡില് 2I എഴുതിയിട്ടുണ്ടെങ്കിൽ 7I. ഇനി 5-നോട് 3 ആഡ് ചെയ്താൽ 8 കിട്ടും. വിയുടെ റൈറ്റ് സൈഡില് 3I ഇട്ടാല് 8I. ഇനി വരുന്നത് 9.
9 എന്ന് പറയുമ്പോൾ 10 നിന്ന് 1 മൈനസ് ചെയ്തതാ 9. ഓക്കെ, 10 നിന്ന് 1 മൈനസ് ചെയ്തതാണ് 9. അപ്പൊ 10 നമ്മൾ റോമൻ നമ്പറിൽ എക്സ് എന്നാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ ലെഫ്റ്റ് സൈഡില് ഒരു ഐ എഴുതിയാൽ 9 ആയി. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ 1 നമ്മൾ ഐ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, 1 ഐ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും, 5 വി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും, 10 എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതിനിടയ്ക്കുള്ള നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 3 വരെയുള്ള നമ്പേഴ്സ് ഐ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് 3 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടാക്കി. ഇനി 4 ആവുമ്പോ 5 നിന്ന് 1 മൈനസ് ചെയ്തു, വിന്റെ ലെഫ്റ്റ് സൈഡിൽ ഐ എഴുതി, അങ്ങനെ 4 ആയി. നെക്സ്റ്റ് 5 വി കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി 6, 7, 8 എന്ന് പറയുന്നത് ആ 5 1, 2, 3 ആഡ് ചെയ്ത് കിട്ടുന്നതുകൊണ്ട് 5ന്റെ റൈറ്റ് സൈഡിൽ 1, 2, 3 റോമൻ നമ്പേഴ്സ് 1, 2, 3 എഴുതി. പിന്നെ അഗൈൻ 9 വരുന്നു. 9 വരുമ്പോ 10 നിന്ന് 1 മൈനസ് ചെയ്തു. ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഐ കൊണ്ട് 3 നമ്പേഴ്സ് ഉണ്ടാക്കുന്നു. 1, 2, 3 3 നമ്പേഴ്സ് ഉണ്ടാക്കുന്നു. അത് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? റോമൻ ന്യൂമറൽസ് കൺഫ്യൂഷൻ ആക്കുന്നുണ്ടോ? വിഷമമുണ്ടോ? അപ്പോ നമ്മൾ ബേസിക് ആയിട്ട് ഏതൊക്കെ ന്യൂമറൽസ് ഉണ്ട്? 1നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഐ എന്ന് പറയുന്ന നമ്പർ, 5നെ റെപ്രസെന്റ് ചെയ്യാൻ വി എന്ന് പറയുന്ന ലെറ്റർ, 10നെ റെപ്രസെന്റ് ചെയ്യാൻ എക്സ് എന്ന് പറയുന്ന ലെറ്റർ. നിങ്ങൾ ടെക്സ്റ്റ് എടുത്തേ, പേജ് നമ്പർ 74. ഏറ്റവും ലാസ്റ്റ് ഏറ്റവും അടിയിൽ ഒരു ടേബിൾ ഉണ്ടോ? റോമൻ ന്യൂമറൽ, ഹിന്ദു അറബിക് ന്യൂമറൽ എന്ന് പറഞ്ഞിട്ട് കണ്ടോ? അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓരോ ലെറ്ററും ഏതൊക്കെ നമ്പറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. 1 ഐ, ഇനി വി എന്ന് പറയുന്ന ലെറ്റർ 5, എക്സ് എന്ന് പറയുന്ന ലെറ്റർ 10, എൽ എന്ന് പറയുന്ന ലെറ്റർ 50. എൽ എന്ന് പറഞ്ഞാല് റോമൻ നമ്പറിൽ 50 ആണ്. നെക്സ്റ്റ് സി എന്ന് പറഞ്ഞാല് 100, ഡി എന്ന് പറഞ്ഞാല് 500, എം എന്ന് പറഞ്ഞാല് 1000. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള നമ്പേഴ്സ് റോമൻ ന്യൂമറൽസ്. ഈ ഇത്രയും എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. ഈ 7 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ നമ്പേഴ്സും റോമൻ ന്യൂമറൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഇവിടെ 10 വരെ പറഞ്ഞില്ലേ? ഇനി 11 ആണെങ്കിലോ? 10നോട് 1 കൂട്ടിയ 10 + 1 അല്ലേ 11. അപ്പൊ എങ്ങനെ എഴുതും? എക്സ് ഐ, this is 11. ഇനി 12 ആണെങ്കിലോ? എക്സ് ഐ ഐ, this is 12. 13 ആണെങ്കിലോ? 13 ആണെങ്കിൽ എക്സ് ഐ ഐ ഐ. 10 + 3, 10 + 3 ആണ് 13. So 13 is എക്സ് ഐ ഐ. ഇനി 14 ആണെങ്കിലോ? 14 ആണെങ്കിൽ 10 + 4 അല്ലേ 14 ആണല്ലോ. 10നെ എക്സ്, 4നെയോ? 4നെ എന്താ റെപ്രസെന്റ് ചെയ്യുന്നേ? ഐ വി. This is 14. X I V is 14. ഇനി 15 ആണെങ്കിലോ? 10നെ എക്സ്, 5നെ വി, എക്സ് വി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. എന്താ സുസൈൻ? റോമൻസ് നമ്പർ ആ അത് ഏതെന്താ? അല്ലല്ല,
എഴുതാനാവുമ്പോ മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ 75. അതിനകത്ത് വലിയൊരു ടേബിൾ കാണുന്നുണ്ട്. 39 വരെയുള്ള നമ്പേഴ്സ് റോമൻ നമ്പറിൽ എഴുതിയിട്ടുള്ള ടേബിൾ കണ്ടോ? കണ്ടോ? അതിൽ നോക്കിയേ, നമ്മളിപ്പോ 13, 14, 15 വരെ എഴുതിയിട്ടുണ്ട്. 15 വരെ ഇപ്പൊ മിസ് എഴുതി കാണിച്ചു തന്നു. ഇനി 16 നോക്കിയേ, എങ്ങനെ എഴുതുന്നു? 16 എന്ന് പറയുമ്പോ 10 + 6 അല്ലേ 16 ആണല്ലോ. അപ്പൊ 10ന് x, 6ന് v1, vi, x vi is 16. ഇനി 17 ആണെങ്കിലോ x vi I. ഇനി 18 ആണെങ്കിലോ x vi I. 10 + 8 അല്ലേ? ഇനി 19 ആണെങ്കിലോ 10 + 9 x I x. എന്തുകൊണ്ടാ x I x വരുന്നേ? 10ന് പകരം x, 9ന് I x. അപ്പൊ x I x is 19. ഇനി 20 വരുമ്പോഴോ 20 is 2 10s അല്ലേ? 2 10s അല്ലേ 20. അപ്പൊ x x. അതുപോലെ 21 ആവുമ്പോ ഇനി 20നോട് ആഡ് ചെയ്ത് എഴുതണം. x x is 20, x x is 20, 21 is x x I. കാണുന്നുണ്ടോ നിങ്ങൾ ടേബിളിനകത്ത്? 22 ആവുമ്പോ x x I. 23 ആവുമ്പോ x x I. 24 ആവുമ്പോഴോ x x 20. ഇനി 4ന് പകരം I v, x x I v. 25 ആവുമ്പോ x x v. ഓക്കെ, മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 39 വരെയുള്ള നമ്പേഴ്സ് നിങ്ങൾ കണ്ടോ? 39 വരെയുള്ള നമ്പേഴ്സ് കണ്ടോ? ഇതേപോലെ നിങ്ങൾക്ക് 39, 40 മുതൽ 50 വരെ ഒന്ന് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ? മിസ് ഹെൽപ്പ് ചെയ്യാം, കാണിച്ചു തരാം. വെയിറ്റ്. നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ട്? അതിനകത്ത് എങ്ങനെ എഴുതിയിട്ടുണ്ട്? 30 x x x, 9 എങ്ങനെ I x. ഇനി 40 ആണെങ്കിലോ x വരും x x x x അല്ലേ? x x x x 40. ഇനി 41 ആണെങ്കിലോ 41. ഫോർട്ടി 41 42 എന്നൊക്കെ എഴുതുമ്പോ ഒരുപാട് ലെറ്റേഴ്സ് വരില്ലേ? അപ്പൊ നമ്മൾ 40നെ ജസ്റ്റ് ഒന്ന് ചുരുക്കിയിട്ട് 50 - 10 എന്നുള്ള രീതിയിൽ എഴുതും. എങ്ങനെ എഴുതും? 4നെ നമ്മൾ 5 - 1 എന്നുള്ള രീതിയിൽ എങ്ങനെ എഴുതി? 4നെ I v എന്ന് എഴുതിയില്ലേ?
IV എന്ന് പറഞ്ഞാല് 5 minus 1 അല്ലെ? അതുപോലെ 40 നമ്മൾ എങ്ങനെ എഴുതും? 50 minus 10 അല്ലെ? 50 minus 10 അല്ലേ? 50 എന്ന ലെറ്റർ യൂസ് ചെയ്യുന്നേ? ടെക്സ്റ്റിൽ നോക്കിയേ, നിങ്ങൾ പേജ് നമ്പർ 74 ടെക്സ്റ്റ് നോക്കിയേ. 50 എന്നുള്ള നമ്പറിനെ ഏത് ലെറ്റർ കൊണ്ടാ ഇൻഡിക്കേറ്റ് ചെയ്യുന്നേ? L അല്ലേ? L. അപ്പൊ മൈനസ് എന്ന് പറയുമ്പോ നമ്മൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ എഴുതും. ഓക്കെ, 50 minus 10 ആണ്. അപ്പൊ L minus 10 നെ നമ്മള് X കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ 40 എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? X L. മനസ്സിലായോ? മനസ്സിലായോ? 4 നമ്മള് 5 minus 1 എന്നുള്ള രീതിയിൽ IV എഴുതുന്നു. അതുപോലെ 40 50 minus 10 എന്നുള്ള രീതിയിൽ XL എഴുതുന്നു. എന്തുകൊണ്ടാണ് XL വരുന്നത്? L ആണ് നമ്മൾ 50 റെപ്രസെന്റ് ചെയ്യുന്നത്. L നിന്ന് 50 10 മൈനസ് ചെയ്യുന്നു. അപ്പൊ മൈനസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ എഴുതും. ഓക്കെ, അപ്പൊ L ന്റെ ലെഫ്റ്റ് സൈഡില് X. That is XL is 40. ഇനി 41 ആണെങ്കിലോ? XLI. 41 is XLI. ഇനി 42 ആണെങ്കിലോ? XLII. That is 42. 43 ആവുമ്പോ XLII. That is 43. Then 44 ആവുമ്പോഴോ? XLIV. 44. 45 XLV. XLV is 45. Any 46 ആവുമ്പോ XLVI. That is 46. Any 47 or 47 is XLVII. That is 47. 48 ആണെങ്കിലോ? XLVII. That is 48. 49 ഓ? 40 നമ്മള് XL, 9 നമ്മള് IX. That is 49. ആണോ? ആണോ? 49 അങ്ങനെയാണോ? 49 അങ്ങനെയാണോ? ഓക്കെ, ഇനി 50 ആവുമ്പോഴോ? 50 ആവുമ്പോ 50 ലെറ്റർ ഇവിടെ കൊടുത്തിട്ടില്ലേ? ഏതാ? L. ഓക്കെ, മനസ്സിലായോ? അപ്പോ 50 വരെയുള്ള നമ്പേഴ്സ് മനസ്സിലായോ? നോട്ട് വേണോ ഇതിന്? റോമൻ ന്യൂമറൽസ്. എന്താ റോമൻ ന്യൂമറൽസ് എന്നുള്ള നോട്ട് വേണോ? വേണോ? നിങ്ങൾ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്യോ മിസ് പറയുമ്പോ? ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്യോ? ഓക്കെ, പേജ് നമ്പർ 74 എടുത്തേ. അതില് താഴെ റോമൻ ന്യൂമറൽസ് കണ്ടില്ലേ? ഹെഡിങ് കണ്ടോ? റോമൻ ന്യൂമറൽസ്. അതിലെ ഫസ്റ്റ് സെന്റൻസ്, the Romans developed their own symbols to write numbers.
the Romans developed their own symbols to write numbers. That underline chedo. Next sentence kudi. These symbols are called Roman numerals. A paragraph start in the Romans developed their own symbols to write numbers. These symbols are called Roman numerals. അത്ര underline ചെയ്തില്ലേ? In next paragraph നോക്കിയേ. The Romans used 7 letters of the English alphabet to write numerals. These letters are letters ഒന്ന് underline ചെയ്തു വെച്ചോ. I, V, X, L, C, D and M. I, V, X, L, C, D and M. ഇനി അതിന്റെ തൊട്ടടുത്ത സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു. These are the basic symbols of Roman numerals. These are the basic symbols of Roman numerals. Okay. അപ്പൊ ഇന്ന് ഹോംവർക്ക് വേണ്ടേ നിങ്ങൾക്ക്? ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കട്ടെ. വെയിറ്റ്. ഹോംവർക്ക് വേണ്ടേ? കുറച്ച് മുന്നേ ഉള്ള ടോപ്പിക് എന്നുള്ള ഹോംവർക്ക് ചെയ്യാം. ടേക്ക് പേജ് നമ്പർ 67. നിങ്ങൾ പഠിക്കുന്നുണ്ടോ നോക്കണ്ടേ? പേജ് നമ്പർ 67. എന്താ സുസൈന് പറയാനുള്ളത്? എന്താ അണ്ടർലൈൻ ചെയ്യേണ്ടത്? അപ്പൊ ഇത്രയും നേരം മിസ് പറഞ്ഞൊന്നും കേട്ടില്ലേ? കേൾക്കുന്നുണ്ടായിട്ടാ. മോളൊരു കാര്യം ചെയ്തോ. ടേക്ക് പേജ് നമ്പർ 67. അതിൽ എക്സസൈസ് 1.3 കണ്ടോ? എക്സസൈസ് 1.3 അതില് EFG ക്വസ്റ്റ്യൻസ് കണ്ടോ? EFG ആ 3 ക്വസ്റ്റ്യൻസ്. എന്താ ക്വസ്റ്റ്യൻ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്താ ക്വസ്റ്റ്യൻ? കൗണ്ടിങ് ബൈ ടെൻസ്, റൈറ്റ് ദി നെക്സ്റ്റ് 4 numbers. 10 ആഡ് ചെയ്തിട്ട് തൊട്ടടുത്ത 4 നമ്പേഴ്സ് എഴുതാം. ഫസ്റ്റ് നമ്പർ 1460. അതിനോട് 10 ആഡ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് 4 നമ്പേഴ്സ് എഴുതാം. ഓക്കെ. എന്താ എബിൻ എന്താ ഡൗട്ട്? അന്നേരം ഇത് ഹോംവർക്ക് ചെയ്യേണ്ടതാ? ഇപ്പൊ പറയുന്നത് ഹോംവർക്ക്. Counting by tens, write the next 4 numbers. You are given 4 numbers there. By adding 10, write the next 4 numbers of each number. തന്നിട്ടുള്ള 4 നമ്പേഴ്സിന്റെയും തൊട്ടടുത്ത 4 നമ്പേഴ്സ് എഴുതാം. 10 ആഡ് ചെയ്തുകൊണ്ട്. അടുത്തത് counting by hundreds, write the next 4 numbers. നെക്സ്റ്റ് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിനോട് 100 ആഡ് ചെയ്തുകൊണ്ട് അടുത്ത 4 നമ്പേഴ്സ് എഴുതാം. Next, counting by thousands, write the next 3 numbers. 1000 add ചെയ്തുകൊണ്ട് next 3 numbers എഴുതാം. ഡൗട്ട് ഉണ്ടോ ഹോംവർക്കിൽ ആർക്കെങ്കിലും? ഓക്കെ ആണോ? മനസ്സിലായോ? ഹോംവർക്ക് മനസ്സിലായോ ചെയ്യേണ്ടത്? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? സുസൈന് പിന്നെ എന്താ ഡൗട്ട്? എന്താ സുസൈൻ?
സമയം കഴിയാറായി, ഇപ്പൊ ക്ലാസ് കട്ടാവും. വാട്സപ്പിലിടാ. ആ ഓക്കെ, അപ്പൊ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടി. ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ എല്ലാവർക്കും? റോമൻ ന്യൂമറൽസ് മനസ്സിലായോ? അതിന്റെ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം കേട്ടോ. റോമൻ ന്യൂമറൽസിന്റെ ഇന്ന് ഹോംവർക്ക് എല്ലാവരും ഇന്ന് തന്നെ അയച്ചുതരാം. ഹോംവർക്ക് ഗ്രൂപ്പിൽ ഇടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, പേരും സബ്ജക്റ്റും കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യണേ. ഓക്കെ, പേരും സബ്ജക്റ്റും ആഡ് ചെയ്യാൻ മറക്കരുത്. ഷെഫിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഷെഫി? ടീച്ചർ ഹോംവർക്ക് ഏതാ? ഹോംവർക്ക് പേജ് നമ്പർ 67 എക്സസൈസ് 1.3 EFG 3 ക്വസ്റ്റ്യൻ കിട്ടിയോ? പേജ് നമ്പർ 67. E, F and G 3 questions. Page 67. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഹോംവർക്ക് ഇന്ന് തന്നെ എല്ലാവരും ചെയ്യാം. മറക്കണ്ട, ഹോംവർക്കിന്റെ കൂടെ പേരും സബ്ജക്റ്റും കൂടി വെക്കണേ. ഓക്കെ, ബൈ. ഷെഫിക്ക് കിട്ടിയില്ലേ? ഓക്കെ, ബൈ.